മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു യാത്രയിലാണ്. ഹദീസ് തേടിയുള്ള ഒരു യാത്ര. കപ്പലിലാണ് പോകുന്നത്. ഒരുപാട് ദിവസം കപ്പലിൽ സഞ്ചരിച്ചു വേണം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ. കപ്പലിൽ ഒരുപാട് സഹയാത്രികരുണ്ടായിരുന്നു. അവരോരോരുത്തരും ഇമാം അവറുകളെ കാണുകയും സ്നേഹം പങ്കിടുകയും കുശലാന്വേഷണം നടത്തുകയും എല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. കുറേ ആൾക്കാർക്ക് അറിയാവുന്ന ഒരാളായിരുന്നു മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. കൂട്ടത്തിൽ ഒരാളുമായി ഇമാം ബുഖാരി തങ്ങൾ വല്ലാതെ അടുത്തു. യാത്രയിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടാകുമല്ലോ, ചില സഹയാത്രികരുമായി നാം വല്ലാതെ അടുത്തു പോകും. അങ്ങനെ അടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ പറയാൻ പാടില്ലാത്ത, പങ്കുവെക്കാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ വരെ പലപ്പോഴും പറഞ്ഞു പോകും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്കും അങ്ങനെ സംഭവിച്ചു. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ 1000 ദീനാർ ഉണ്ടായിരുന്നു. 1000 ദീനാർ എന്ന് പറഞ്ഞാൽ 1000 പൊൻപണം. 1000 പൊൻപണമൊക്കെ അക്കാലത്തെ വലിയ, അല്ലെങ്കിൽ സങ്കല്പിക്കാനാവാത്ത വലിയ തുകയാണ്. എൻ്റെ കയ്യിൽ 1000 ദീനാർ ഉണ്ട് എന്ന സ്വകാര്യം വരെ വിശ്വസ്തനാണ് എന്ന് ഇമാം അവർക്ക് തോന്നിയ സഹയാത്രികനോട് ഇമാം അവർ പറഞ്ഞു. അതോടുകൂടെ സഹയാത്രികൻ്റെ മനസ്സിൽ തെറ്റായ ചിന്തകൾ, ആലോചനകൾ ഉടലെടുത്തു. എങ്ങനെയെങ്കിലും ഇമാമിൻ്റെ ആ 1000 ദീനാർ തട്ടിയെടുക്കണം എന്നതായിരുന്നു അയാളുടെ മനോമുഖരത്തിൽ നിറയെ. അതിനുവേണ്ടി ഇത് മോഷ്ടിച്ചെടുക്കാമെന്ന് വെച്ചാൽ അതിന് കഴിയില്ല. കാരണം ഇമാം ബുഖാരി തങ്ങൾ ഉറങ്ങുമ്പോൾ പോലും ഉണർന്നിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ചിന്തയിൽ മുഴുകി ജീവിക്കുന്ന ഒരാളായിരുന്നു മഹാനായ ഇമാം ബുഖാരി തങ്ങൾ. അതുകൊണ്ട് മറ്റൊരു വിദ്യ പ്രയോഗിക്കാം എന്നായി സഹയാത്രികൻ അതിനുവേണ്ടി ചെയ്തതെന്താണെന്നറിയാമോ? ഒരു ദിവസം രാവിലെ എല്ലാവരും കേൾക്കുന്ന, കാണുന്ന വിധത്തിൽ അയാൾ അങ്ങോട്ട് കരയാൻ തുടങ്ങി. സ്വന്തം വസ്ത്രമെല്ലാം വലിച്ചു കീറുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ടുള്ള ഒരു കരച്ചിലും അമറലും. ജനങ്ങൾ ഓടിക്കൂടി. എന്തു പറ്റി? താങ്കൾക്ക് എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ 1000 ദീനാർ ഉണ്ടായിരുന്നു. ആ 1000 ദീനാർ കാണാനില്ല. അതാരോ കട്ടുകൊണ്ടുപോയിരിക്കുന്നു. ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. ഉടനെ കപ്പലിൻ്റെ കപ്പിത്താൻ രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയുന്നത് സത്യമാണ് എങ്കിൽ നാം ഇപ്പോൾ കടലിൻ്റെ നടുവിലാണുള്ളത്. ഇവിടെ മറ്റൊരാളും വരാനും പോകാനുമില്ല. താങ്കളുടെ പൊൻപണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും കപ്പലിൻ്റെ ഉള്ളിലുണ്ടാകും. നമുക്ക് പരിശോധിക്കാം. അങ്ങനെ അവർ പരിശോധിച്ചു. ഓരോരുത്തരെയും പരിശോധിച്ചു. ഓരോ ഭാണ്ഡങ്ങളും പരിശോധിച്ചു. ഓരോരുത്തരുടെയും ശരീരവും പരിശോധിച്ചു. എന്നു മാത്രമല്ല, അവരൊക്കെ തന്നെയും വളരെ ആദരണീയനായി കാണുന്ന ഇമാം ബുഖാരി തങ്ങളെയും അവർ പരിശോധിച്ചു. പക്ഷേ പൊൻപണം കിട്ടിയില്ല. കപ്പലിൽ അരിച്ചു പെറുക്കിയിട്ടും ഇയാളുടെ നഷ്ടപ്പെട്ട പൊൻപണത്തെക്കുറിച്ച് യാതൊരു തുമ്പും ലഭിക്കാതെ വന്നപ്പോൾ സത്യത്തിൽ അവർക്ക് പിന്നെ തിരച്ചിൽ നിർത്തേണ്ടി വന്നു. അയാൾക്ക് കരച്ചിലും നിർത്തേണ്ടി വന്നു. പക്ഷേ അയാൾക്ക് മനസ്സിലായില്ല. എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഇമാം ബുഖാരി എന്നോട് പറഞ്ഞതാണ് എൻ്റെ കയ്യിൽ 1000 പൊൻപണമുണ്ട് എന്നത്. ഇമാം ബുഖാരിയെ പോലുള്ള ഒരാൾ കളവ് പറയുക അചിന്തനീയവുമാണ്. പിന്നെ എന്താണ് പറ്റിയത്?
എവിടെയാണ് പൊൻപണം നഷ്ടപ്പെട്ടത്? ആലോചിച്ചു. അങ്ങനെ ഇരിക്കെ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. കപ്പലിറങ്ങി എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ ഈ സൂത്രശാലി ഇമാം അവർകളെ സമീപിച്ചു. സൂത്രശാലി പറഞ്ഞു, ഇമാം അവർകളെ, നിങ്ങൾ എന്നോട് മാപ്പാക്കണം. എൻ്റെ ആർത്തി കൊണ്ട് ഞാനങ്ങനെ ചെയ്തു പോയതാണ്. പക്ഷേ എനിക്കറിയാത്തൊരു കാര്യമുണ്ട്. ആ 1000 പൊൻപണം എവിടെ പോയി? മഹാനായ ഇമാം ബുഖാരി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് നീ ഈ രംഗങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കയ്യിലുള്ള പൊൻപണമാണ് നിൻ്റെ ലക്ഷ്യമെന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്നെങ്ങാനും ആ പൊൻപണം പിടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അതോടെ ഇമാം ബുഖാരി കള്ളനാകുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ ഇത്ര സൂക്ഷ്മതയോടുകൂടി സമാഹരിക്കുകയും അതിനെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ സമാഹാരം എന്ന സ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് എന്നിലുള്ള വിശ്വാസ്യതയാണ്, എൻ്റെ സത്യസന്ധതയാണ്. അത് ഒരു നിമിഷം കൊണ്ട് കളഞ്ഞു പോകുക എന്നത് എനിക്ക് അചിന്തനീയമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? നീ കാണാതെ, തിരയുന്നവർ കാണാതെ, മറ്റാരും കാണാതെ ആ 1000 പൊൻപണം കടലിലേക്കിടുകയായിരുന്നു. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ വ്യക്തിത്വത്തെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾക്ക് വേണ്ടി അത്ര വില കൊടുത്താണ് സംരക്ഷിച്ചത് എന്ന് ഷെയ്ഖ് അബ്ദുസ്സലാം അൽ മുബാറക് ഫോരി തൻ്റെ സീറത്തു ഇമാമിൽ ബുഖാരിയിൽ വസ്സലാം.